യു ഡി എഫ് ക്യാമ്പിനെ കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ നിർബൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നിലമ്പൂരിൽ നിന്ന് നോക്കാം എന്താണ് യു ഡി എഫ് ക്യാമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ പറയുന്ന വിവാദങ്ങൾ അവരെ എങ്ങനെ ബാധിച്ചിരിക്കുന്നുവെന്ന് നോക്കാം. നിർബൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ പെൻഷൻ കൊടുക്കുന്നത് ഒരു കൈക്കൂലിയാണ് എന്ന പരാമർശം വലിയ തോതിൽ വിവാദങ്ങൾക്ക് ഇടവച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് യു ഡി എഫ് ക്യാമ്പിനെ തിരിഞ്ഞുകൊത്തുകയാണോ? അതിൽ നിന്ന് തലയൂരാനാണോ ഈ മലപ്പുറത്തെ അവഹേളിച്ചു എന്നതടക്കമുള്ള ഇല്ലാത്ത പ്രസ്താവനകളിലേക്ക് അല്ലെങ്കിൽ ഇല്ലാത്ത ആരോപണങ്ങളിലേക്ക്, വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്? ഇന്നലെ നിർബനാണല്ലോ വാർത്താ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തലയോട് അത് ചോദിച്ച് തിരുത്തിച്ചത്. തീർച്ചയായും വലിയ തരത്തിലുള്ള പ്രതിരോധം യു ഡി എഫ് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നലത്തെ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, വർക്കിംഗ് പ്രസിഡന്റുമാർ, കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരും ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷനടക്കം യോഗം ചേർന്നുകൊണ്ടാണ് കെ സി വേണുഗോപാൽ ഉയർത്തിയ പ്രസംഗത്തിലെ പ്രശ്നങ്ങൾ എൽ ഡി എഫ് വലിയ ക്യാമ്പയിനായി ഏറ്റെടുത്തിട്ടുണ്ട്. യു ഡി എഫിന് ഇക്കാര്യത്തിൽ മറുപടി പറയാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി പ്രതിഫലിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പുതിയൊരു ആരോപണവുമായി വന്നത്. അത്തരമൊരു ആരോപണം ബോധപൂർവം ഒരു നേതാവ് മാത്രം എടുത്ത തീരുമാനമല്ല, അത് അജണ്ടയായി യു ഡി എഫിൻ്റെ ജില്ലാ നേതൃത്വം ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വം വഹിക്കുന്ന യു ഡി എഫിൻ്റെ ചെയർമാൻ അടക്കം വരുന്ന വി ഡി സതീശനും മുതിർന്ന നേതാക്കളും ആലോചിച്ച് ഉറപ്പിച്ച തീരുമാനമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കെ സി വേണുഗോപാലിൻ്റെ ഈ പ്രസംഗം വീണ്ടും അവർ ഏറ്റെടുക്കുകയും ആ പ്രസംഗത്തെക്കുറിച്ച് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും എൽ ഡി എഫ് നേതാക്കളും മറുപടി പറയുന്നില്ല എന്ന തരത്തിലുള്ള ആരോപണമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും അടക്കം രംഗത്തെത്തി. രമേശ് ചെന്നിത്തല വച്ച ആരോപണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ആരംഭിച്ച് ആ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ തന്നെ അത് പൊളിഞ്ഞുപോയി. അദ്ദേഹത്തിന് മറുപടി ഇല്ലാതെ ആയി മാറുകയായിരുന്നു. കാരണം നമ്മൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇവിടുത്തെ എൽ ഡി എഫ് കൺവെൻഷനിൽ വന്നപ്പോൾ അത് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. കാരണം ഇതൊരു വഞ്ചനയുടെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്, അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഉണ്ടാകേണ്ടത്. സാധാരണ നിലയിൽ നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ്, ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ വന്നത്? അത് ഒരു വഞ്ചനയുടെ ഫലമാണ് എന്ന വാക്കിനെ വളച്ചൊടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്തെ ജനങ്ങളെ വഞ്ചകർ എന്ന് വിളിച്ചു എന്ന് തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം മുട്ടുകയും അതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി സജീവമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം സജീവമായി പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരിക്കലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിലല്ല, അത് ഒരിക്കലും ചർച്ച ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു വിഷയത്തിലേക്ക് അവർ വീണ്ടും കെ സി വേണുഗോപാലിൻ്റെ പ്രസംഗവുമായി വരുന്നത്. അതാണ് സണ്ണി ജോസഫ് ഉന്നയിച്ചത്. മലപ്പുറത്തെ ജനങ്ങളെ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ നൽകിയ ലേഖനത്തിൽ അധിക്ഷേപിച്ചു എന്ന തരത്തിലെ പരാമർശം വരുന്നത്. മുഖ്യമന്ത്രി തന്നെ ആ ലേഖനത്തിൽ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല എന്നും, മാത്രമല്ല ഹിന്ദു എന്ന ദിനപത്രം അങ്ങനെ ഒരു പരാമർശം മുഖ്യമന്ത്രി നടത്തിയതായി ഞങ്ങൾ കൊടുത്തത് അത് വസ്തുതാവിരുദ്ധമാണെന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചു. അപ്പോഴാണ് നമ്മൾ ചോദിച്ചത്, സണ്ണി ജോസഫിനോട് തന്നെ ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുൻപ് ചർച്ച ചെയ്ത് അവസാനിച്ച മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞ ആ ചോദ്യം എന്തിന് നിങ്ങൾ ഉന്നയിക്കുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് അത് പറയുന്നു. അതിൽ തന്നെ വ്യക്തമാണ് പരമാവധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണത്തിലേക്ക് യു ഡി എഫ് പോകാൻ നിർബന്ധരായിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം ജനങ്ങളോട് ഈ ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന കൈക്കൂലിയാണ് എന്ന എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സംഘടനാ കാര്യങ്ങൾ ചലിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദേശീയ നേതാവ് തന്നെ വന്ന് നടത്തിയ പ്രസ്താവനയിൽ അക്ഷരാർത്ഥത്തിൽ പെൻഷൻ കൈപ്പറ്റുന്ന സാധാരണ ഇത്തരം ക്ഷേമ പെൻഷനുകളും സർക്കാർ ഈ വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സർക്കാരിനെ അഭിനന്ദിക്കുന്ന ഈ യു ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കാത്ത സാധാരണ മനുഷ്യർ പോലും ഇത് വലിയ തരത്തിൽ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്, അവർക്കൊക്കെ വൈഷമ്യമുണ്ടാക്കുന്ന ഒരു പ്രതികരണമാണ് കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. മനു, അപ്പോൾ തന്നെയാണ് നമ്മൾ സണ്ണി ജോസഫിനോട് പഴയ ഒരു ചരിത്രം നമ്മൾ ചോദിക്കുന്നത്. അത്